ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഇപ്പം അറിയാമല്ലോ ചേച്ചി, ആകെ ട്രെയിലർ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ട്രെയിലർ കാണുമ്പം എനിക്കൊരു പഴയ മോഹൻലാൽ സിനിമകളെയൊക്കെ അനുസരിച്ച്, കാരണം നല്ല കുടുംബമൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ മലയാള സിനിമയിൽ ഒരു പരാതി അമ്മ വേഷങ്ങളില്ല, അല്ലെങ്കിൽ അച്ഛന്മാരില്ല, അങ്ങനെ. ഇവിടെ എല്ലാവരും ഉണ്ട് അല്ലേ, ഒരു കുടുംബം ഫുള്ളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ശരിക്കും നമ്മളും പ്രതീക്ഷിക്കുന്നതാണ് സഹിച്ചേട്ടാ. അപ്പം ഇത് ആ ഒരു മറ്റേ തേങ്ങ ഉടക്കി സ്വാമി മിഥുനത്തിൽ ആ ഒരു ഡയലോഗൊക്കെയാണ് നമുക്ക് ശരിക്കും കണ്ടപ്പോൾ ഓർമ്മ വന്നത്. എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, ഇത്രയും പേരുള്ള ഒരു ലൊക്കേഷൻ? പിന്നെ പക്ഷേ ഷൂട്ടിംഗ് നടക്കുന്നതായിട്ട് തോന്നൂല, അത്ര സൈലന്റ് ആണ്. പിന്നെ എല്ലാം ഇവർക്കെല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം എന്തെടുക്കണം എപ്പോഴെടുക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനേ ഇല്ല. പിന്നെ ജോളിയായിരുന്നു. ഞങ്ങൾ ആരും ക്യാരവനിൽ ഇരുന്നിട്ടില്ല. ക്യാരവനുണ്ട്, എല്ലാവർക്കും ക്യാരവനുണ്ട്, പക്ഷെ ആരും അതിനകത്തില്ല, വേസ്റ്റ് ആയിപ്പോയല്ലേ. അതെ അതെ അതെ, നേരത്തെ ഒരു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഭാഗമായിട്ട് ഒഴിവാക്കായിരുന്നു. പ്രൊഡ്യൂസർ അല്ല, അതൊരു വലിയ ഒരു കോംപ്ലിമെന്റ് തന്നെയല്ലേ സഹിച്ചേട്ടാ. കാരണം ഇപ്പോഴത്തെ എല്ലാവരും ഇല്ലേ ക്യാരവാനിലേക്ക് ഷോട്ട് കഴിയുന്നു, ക്യാരവാനിലേക്ക് പോകുന്നു. പലരും നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോൾ പഴയ താരങ്ങളൊക്കെ പറഞ്ഞു അന്നത്തെ ഒരു സൗഹൃദം, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. കേട്ടപ്പോൾ തന്നെ സന്തോഷം. പറയൂ, പ്രൊഡ്യൂസറുമാണ് നായകനുമാണ്, എങ്ങനെയായിരുന്നു ഭരതനാട്യത്തിൻ്റെ ഒരു ലൊക്കേഷൻ? ലൊക്കേഷൻ എനിക്കൊരു നമ്മൾ ജനറലി അഭിനേതാവായിട്ട് പോയി നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ലൊക്കേഷനായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മ വയ്ക്കില്ലായിരുന്നു ഞാനൊരു പ്രൊഡ്യൂസറാണ്. ഈ വൈകുന്നേരം റിപ്പോർട്ട് വരുമല്ലോ, ഡെയിലി റിപ്പോർട്ട്. അപ്പോഴാണ് ഞാനൊരു പ്രൊഡ്യൂസറും കൂടെ ആണല്ലേ എന്നുള്ളൊരു. ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനൊന്നും. ഞങ്ങളുടെ കൂടെയുള്ള സഹനടൻ എന്നുള്ളതല്ലാതെ അങ്ങനൊരു ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ അത് ഞാൻ ചിന്തിക്കാണ്ടിരിക്കാൻ ഒരു കാരണം, ഞാൻ പ്രൊഡ്യൂസറാണെന്നുള്ളത്, തോമസ് ചേട്ടൻ്റെ ടീമും അവർ വളരെ എഫിഷ്യൻ്റ്ലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ ഞാൻ നടനും കൂടെയാണ്. അപ്പം എന്നെ ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇനിയിപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൈജുവിനെ അറിയിച്ചാൽ അത് ചിലപ്പം അഭിനയത്തെ ചിലപ്പം ബാധിക്കുമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും അവരൊന്നും എന്നെ അറിയിച്ചിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയി. ഇൻഫാക്ട് സ്മൂത്ത്നെസ് കൂടുതൽ കാരണം ഞങ്ങൾക്ക് നേരത്തെ തീർക്കാൻ പറ്റി. ആക്ച്വലി നമ്മൾ ചാർട്ട് ചെയ്തത് ദിവസത്തിനേക്കാളും ഒരു 6.5 ദിവസം മുമ്പേ നമുക്ക് തീർക്കാൻ പറ്റി. ഭയങ്കര കോർഡിനേറ്റഡ് ആയിരുന്നു തന്നെ, കാരണം സിനിമ എപ്പോഴും നീണ്ടു പോകുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ 6.5 ദിവസം മുന്നേ തീർത്തു എന്നൊരു ക്രെഡിറ്റും ഭരതനാട്യത്തിനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പോസ്റ്റർ കാണുമ്പം സായി ചേട്ടനും മാത്രം മുകളിലേക്ക് നോക്കുകയും ബാക്കി എല്ലാവരും താഴോട്ട് നോക്കുകയാണ്. അതുപോലെ തന്നെ ഭരതനാട്യത്തിലെ രായ്ക്കും നായിലും 2 മുഖങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിച്ചു. അതൊരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആവാനാണ് സാധ്യത. എനിക്ക് ഇതിനായിട്ട് ആക്ച്വലി മനസ്സിലായിട്ടില്ല എന്തിനാണ് ആ മോഹൻ കൊടുത്തത്. ചുമ്മാ ശരിക്കും ഞാനത് കാണുമ്പോഴേ തന്നെ ശ്രദ്ധിച്ചു. 2 മുഖങ്ങളുണ്ട്, 2 പേരും മുകളിലോട്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതിന്റെ പിന്നിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്ന? അല്ല, ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും മൂത്ത ആൾക്കാരായ കലച്ചേച്ചിനെ സായിച്ചേട്ടനെ റെപ്രസെന്റ് ചെയ്യുന്നതാവാം. അങ്ങനെ ആവാം. എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ടീയുടെ അടിയിലും ഇപ്പം മലയാളത്തിൽ നോക്കിയാൽ മേളിൽ രായുടെയും അടിയിലും ഒരു വര കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, അതോ ഇനിയിപ്പോ ഒരു ഡിസൈനിനൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്നുള്ളതൊന്നും വ്യക്തമല്ല. നമ്മളത് അതിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന 2 മുഖങ്ങളാണ്. അതെ അതെ അതെ, ശരിയാ. അല്ല, അറിയാൻ പറ്റും, ഡെഫിനറ്റ്ലി അറിയായിരിക്കും. ഈ ഭരതനാട്യം എന്നുള്ള ഈ ഫോണ്ടും ഈ ഡിസൈനും ആദ്യമായിട്ട് നമുക്ക് അയച്ചു തന്നപ്പം ആക്ച്വലി ഇത് ശ്രദ്ധയിലേ പെട്ടില്ല ഈ മോഹങ്ങൾ. ഇല്ലില്ല, ആ വര ശ്രദ്ധിച്ചു, പക്ഷെ മോഹങ്ങൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്കുക. ഇപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് നോക്കിയാലും നമുക്കത്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് അതാണ്, ആ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് പിന്നെ നോക്കുമ്പോ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പഴേ സഹിച്ചേട്ടനോട് ചോദിക്കണം എന്താ രഹസ്യം എന്നുള്ളത്. അപ്പൊ ഈ മുകളിലോട്ട് നോക്കുന്നതിനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങൾ 2 പേരും മാത്രം പോസ്റ്ററിൽ മുകളിലോട്ട് നോക്കുകയും ബാക്കി എല്ലാവരും അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് ഭരതനാട്യം എന്നുള്ളത് ഭരതന്റെ നാട്യമാണോ, അതിന് സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. ഇനി ഭരതൻ എന്നാണോ പേര് സഹിച്ചേട്ടൻ, അങ്ങനെയൊക്കെ എനിക്ക് കുറെ ചിന്തകൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് എന്നറിയില്ല, കുറെ സസ്പെൻസ് എന്തായാലും ഒളിച്ചു വെച്ചിട്ടുണ്ട് സിനിമയിൽ.
കാരണം സൈജു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും നമ്മൾ കാണുമ്പോൾ തോന്നും കുറച്ച് റിസർവ്ഡ് ആണെന്ന് തോന്നുമെങ്കിലും നല്ലപോലെ സംസാരിക്കും. അപ്പോൾ അല്ല അങ്ങനെ തോന്നില്ലേ ചേച്ചി? അങ്ങനെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആള് എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പുള്ളി കുറച്ച് ചിന്തിച്ച് ഈ സിനിമയിലുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.